കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം ക്രിസ്തീയ ജീവിതത്തിന്റെ വാതിലുകളെ സംബന്ധിച്ചതിന്റെ ഒന്നാം ഭാഗമാണ് നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് കൃപ നൽകിയത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ചില വാതിലുകൾ ഉണ്ടെന്നും ആ വാതിലുകളെയാണ് നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്ന 10 വാതിലുകൾ എന്നും ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. അതിലാദ്യമായി നാം പഠിച്ചത് ആട്ടുവാതിലിനെ കുറിച്ചാണ്. അതിന് യാതൊരുവിധ അറ്റകുറ്റപ്പണിയും ആവശ്യമായി വന്നത് അവിടെ നമ്മൾ വായിക്കുന്നു പുരോഹിതന്മാരാണ് ചെയ്യുന്ന ഈ ആട്ടുവാതിൽ നമ്മുടെ രക്ഷയുടെ വാതിലിനെ സൂചിപ്പിക്കുന്നു. അതിന് വേണ്ടുന്നതെല്ലാം നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തുവാണ് ചെയ്യുന്നത് എന്ന് നാം പഠിക്കുകയുണ്ടായി. രണ്ടാമതായി പഠിച്ചത് മീൻവാതിലിനെ കുറിച്ചാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വാതിലാണ്. എവിടെയാണ് സുവിശേഷീകരണത്തിന്റെ വാതിലുകളിൽ തകർച്ച സംഭവിച്ചിരിക്കുന്നത് അത് കണ്ടെത്തി അവിടെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ അത് നമ്മെ ഓർപ്പിക്കുന്നു. മീൻവാതിലിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ എവിടെയെല്ലാം തകർന്നു കിടക്കുന്നു എന്നുള്ളത് കണ്ടെത്തി അത് ശരിയായ നിലയിൽ പരിഹരിച്ചില്ലായെങ്കിൽ മീൻപിടുത്തത്തിൽ പരാജയപ്പെട്ടു പോകും, ആത്മാക്കളെ നേടുന്നതിൽ പരാജയപ്പെട്ടു പോകും എന്ന് നാം ചിന്തിച്ചു. മൂന്നാമത് പഴയ വാതിലാണ്. അത് വാസ്തവത്തില് നമ്മുടെ ആദ്യ സ്നേഹത്തെയും ആദ്യ സമർപ്പണത്തെയും ആദ്യ കാഴ്ചപ്പാടിനെയും സൂചിപ്പിക്കുന്ന വാതിലാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിൽ നമുക്കുണ്ടായിരുന്ന സമർപ്പണം, കർത്താവിനോടുള്ള സ്നേഹം, അതുപോലെ കർത്താവിനോടുള്ള വിധേയത്വം, അതിന് എവിടെയെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കിയിട്ട് ആ തകരാറ് വചനപ്രകാരം പരിഹരിക്കുന്ന വാതിലാണ് പഴയ വാതിൽ. നാലാമത്തത് താഴ്വര വാതിലാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ വിനയത്തെയും താഴ്മയെയും കർത്താവിനോടുകൂടെയുള്ള താഴ്ചയെയും അത് അനുസ്മരിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് കുപ്പവാതിലിനെ കുറിച്ചാണ്. വിശ്വാസ ജീവിതത്തിന്റെ സുഗമമായ പുരോഗമനത്തിനും വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും തടസ്സമായി നിൽക്കുന്ന മാലിന്യങ്ങളെ നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൂരവേ വലിച്ച് എറിഞ്ഞ് കളയുന്നതിനെ അത് സൂചിപ്പിക്കുന്നു. ഇനി ശേഷിക്കുന്ന 5 വാതിലുകളാണ്. ആ വാതിലാണ് ഒന്നൊന്നായി ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഉറവ് വാതിൽ, നീരുറവ് വാതിൽ എന്ന് പറയും. 15-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഈ വാതിൽ എന്ന് പറയുന്നത് ഈ പട്ടണത്തിന്റെ കിഴക്കേ മൂലയുടെ ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴിയാണ് താഴ്വര വാതിലിലേക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ശരിയായ നിലയിൽ കഴുകുന്ന, ശുദ്ധീകരിക്കുന്ന നീരുറവ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തവും ദൈവത്തിന്റെ വചനവുമാണ്. ദൈവ വചനത്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണത്താലുമാണ് ഒരു ക്രിസ്തീയ വിശ്വാസി അനുദിന ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്ന് പൗലോസ് പറയുന്നു. ഒരിക്കൽ സ്ഥാനീയമായി യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ശുദ്ധീകരണം നമ്മെ സ്വർഗത്തിന് സ്വീകാര്യമുള്ളവരാക്കി മാറ്റി. അതായത് പരിശുദ്ധാത്മാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവനിൽ വിശ്വസിച്ച് നമ്മെ വിശുദ്ധീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ നമ്മെ സ്വീകരണമുള്ളവരാക്കി മാറ്റി തീർത്തു. ഇത് ഒരിക്കലും എന്നേക്കുമായി സാധിച്ച കാര്യമാണ്. എങ്കിലും ലോക മാലിന്യങ്ങളിൽ കൂടെ ചവിട്ടി മുമ്പോട്ട് പോകുന്ന നമ്മുടെ പാദങ്ങളിൽ പലപ്പോഴും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മാലിന്യങ്ങൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള നിരന്തര ശുദ്ധീകരണത്തിലൂടെ, ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നാം വിശുദ്ധീകരിച്ച് ക്രിസ്തു അനുരൂപികളായി തീരുന്ന പ്രക്രിയയാണ് ഈ നീർവാതിൽ നമ്മെ ഓർപ്പിക്കുന്നത്. അല്ല, ഈ ഫൗണ്ടൻ ഗേറ്റ്, അതായത് അത് തന്നെ ഉറവ് വാതിൽ നമ്മെ ഓർപ്പിക്കുന്നു. ഉറവ് വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ മലിനീകരണം നീക്കുവാൻ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട നീരുറവയെ കാണിക്കുന്നു.
അത് കാൽവരിലെ ക്രൂശും പരിശുദ്ധാത്മാവായ ദൈവം ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് നൽകുന്ന ശുദ്ധീകരണത്തെയും സൂചിപ്പിക്കാവുന്നു. ഏഴാമത്തെ വാതിലാണ് നീർവാതിൽ എന്ന് പറയുന്നത് 26 വാക്യം. ഈ വാതിൽ എന്ന് പറയുന്നത് പട്ടണത്തിന്റെ കിഴക്കേ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു. 119 സങ്കീർത്തനത്തിന്റെ 89 വാക്യം നാം വായിക്കുമ്പോൾ, ദൈവമേ യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് പറയുന്നു. ഈ പറയപ്പെട്ട 10 വാതിലുകളിൽ അറ്റകുറ്റപ്പണി ആവശ്യമില്ലാത്ത ഒരൊറ്റ വാതിലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് നീർവാതിലായിരുന്നു. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവവചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന് ഒരു അറ്റകുറ്റപ്പണിയും ആവശ്യമില്ല. വചനത്തിന്മേൽ അറ്റകുറ്റപ്പണി ചെയ്ത് വചനത്തെ വചനമല്ലാതാക്കി തീർക്കുന്ന വിപരീത ഉപദേഷ്ടാക്കന്മാർ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പല ആളുകളും ദൈവവചനം എപ്രകാരം നൽകപ്പെട്ടിരിക്കുന്നു അപ്രകാരം അത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട പകരം വചനത്തെ തങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടിക്കളയുകയും തങ്ങളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അത് ഗുരുതരമായ തെറ്റാണ്. അപ്പൊ ഒരിക്കലും റിപ്പയറിംഗ് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി ആവശ്യമില്ലാത്തതായി വന്ന ഈ വാതിൽ നീർവാതിലാണ്. അതാണ് 119 സങ്കീർത്തനം 89 വാക്യം. യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സ്വർഗത്തിൽ ഒരിക്കലും അഴിവില്ലാത്തതായി നിൽക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലാണ്ട് പഠിക്കുന്ന പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ന്യായപ്രമാണത്തിൽ ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞ് പോകുകയില്ല. ഇത് വാസ്തവത്തില് ഈ പറയപ്പെട്ട 10 വാതിലുകളിൽ 7ാമത്തെ വാതിലാണ്. വേദപുസ്തകത്തിലെ 7 പെർഫെക്ഷൻ, അതായത് പൂർത്തീകരണത്തെ, സമ്പൂർണതയെ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിന്റെ വചനം സമ്പൂർണമാണ്, അഴിവില്ലാത്തതാണ്, മാറ്റമില്ലാത്തതാണ്, ഒരിക്കലും അഴിഞ്ഞു പോകാത്തതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നു? നമ്മുടെ അനുദിന ക്രിസ്ത്യ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു. ദൈവവചനത്താൽ നാം ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് എഫേസ്യർ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. വചനമാകുന്ന നേർക്കഴികളിനാൽ അവൻ നമ്മെ ശുദ്ധീകരിച്ചു എന്ന് വായിക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ യേശു ക്രിസ്തുവിന്റെ പരിപാവനമായ രക്തത്തിൽ കുളിച്ചവനാണ്. അതായത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ്. ഇനി അവർക്ക് ആവശ്യമായിരിക്കുന്നത് കുളിയല്ല, കഴുകലാണ്. അതുകൊണ്ട് നമ്മൾ പത്രോസിന്റെ കാല് കഴുകാൻ യേശു സിയോൻ മലയിൽ ചെല്ലുമ്പോൾ, ഗുരു ഞാൻ നിന്റെ കാലത്തെ കഴിയേണ്ടത്, നീ എന്റെ കാലല്ല എന്ന് പത്രോസ് പറയുന്നു. യേശു അവനോട് ഞാൻ നിന്നെ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്കിന് മറുപടി പറഞ്ഞത്, ഞാൻ നിന്റെ കാൽ കഴിയുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് പങ്കും ഓഹരിയും ഇല്ല എന്നാണ്. പത്രോസ് വീണ്ടും ജനിച്ചവനായിരുന്നു, രക്ഷിക്കപ്പെട്ടവനായിരുന്നു, ദൈവരാജ്യ പ്രവേശന യോഗ്യനായിരുന്നു. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള കഴുകലുകൾ നിരന്തരം പ്രാപിക്കേണ്ടത് അവനാവശ്യമായിരുന്നു. ദൈവത്തിന്റെ വചനമാകുന്ന നീർക്കഴുകലിനാൽ വിശ്വാസികളായ നാം അനുദിനം നമ്മുടെ ക്രിസ്ത്യ ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ നമ്മെ ശുദ്ധീകരിക്കുകയും അങ്ങനെ നാം ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും വിശുദ്ധരും നിഷ്കളങ്കരുമായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി 8ാമത്തെ വാതിലാണ് അടുത്തത്. അതിനെ ഹോഴ്സ് ഗേറ്റ്, അതായത് കുതിരവാതിൽ എന്ന് പറയുന്നു. രാജാവിന്റെ കുതിരകളെ ഈ വാതിൽ വഴിയാണ് പട്ടണത്തിലേക്ക് പ്രവേശിപ്പിച്ചു പോകുന്നത്. ഈ വാതിൽ എഫേസ്യർ 6:10 മുതൽ 17 വാക്യങ്ങളിലും 2 തിമോത്തി 1:1 മുതൽ 4 വാക്യങ്ങളും സൂക്ഷ്മമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടത്തെ, പോർക്കളത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. വിശ്വാസ ലോകത്തിലായിരിക്കുമ്പോൾ അവന് 3 മണ്ഡലങ്ങളിലുള്ള പോരാട്ടമുണ്ട്: ലോകം, ജഡം, പിശാച്. ഈ 3 മണ്ഡലങ്ങളിലും നിരന്തരമായി പോരാട്ടം കഴിക്കേണ്ടവനാണ് ഒരു ക്രിസ്തീയ വിശ്വാസി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തമുള്ള അല്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരമായി യുദ്ധകളത്തിലാണ്. There is no time in the life of a believer that he retreats from battle. പോരാട്ടത്തിൽ നിന്ന് ഒരു വിശ്വാസി ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയവും ഈ ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്ന മഹത്തരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം പോരാടേണ്ടത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസം വേണ്ടി പോരാട്ടം കഴിക്കേണ്ടവരാകുന്നുവെന്നും ദൈവം അതിന് പറയുന്നു. യൂദ 3-ാമത്തെ വാക്യം. കപടഭക്തി, അതുപോലെ അസന്മാർഗീയത,
ഉപദേശ വിഷയങ്ങളുള്ള അസ്ഥിരത, കൊരിന്തിലെ വിശ്വാസികളെ പോലെ മലിനന്മാരെ സഭാന്തരീക്ഷത്തിൽ പ്രവേശിപ്പിക്കുക, മലിനപ്പെട്ടവർ ശുശ്രൂഷകൾ ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടും നിരന്തരമായി ദൈവവചന അടിസ്ഥാനത്തിൽ പോരാട്ടം കഴിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് അനിവാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അതിപ്രധാനമായ ഗേറ്റാണ് അല്ലെങ്കിൽ വാതിലാണ് ഇവിടെ പറയപ്പെടുന്ന ഈ പോരാട്ടത്തിന്റെ വാതിൽ, കുതിരവാതിൽ എന്ന് പറയുന്നത്. ഈ വാതിലൂടെയുള്ള നമ്മുടെ പോരാട്ടം എത്ര കാലം നാം ഈ ഭൂമി ജീവിക്കുമോ അത്രയും കാലവും നാം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒന്നാണ്. അടുത്തതായി 9-ാമത്തെ വാതിലാണ്. 9-ാമത്തെ വാതില് കിഴക്കേ വാതിൽ എന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് സൂര്യൻ ഉദിച്ചു വരുന്ന വാതിലാണ് കിഴക്കേ വാതിൽ. കിഴക്കേ വാതിൽ, ഈ വാതിൽ വഴിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങോട്ട് പോയത്? നഗരത്തിലേക്ക് പ്രവേശിച്ചത്. അതായത് അവിടെ കർത്താവിന്റെ പട്ടണപ്രവേശനം. താന് കഴുതപ്പുറത്ത് നീതി സൂര്യനായി അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയുള്ള പുത്രനായി പട്ടണത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടത് ഈ വാതിൽ വഴിയാണ്. അപ്പോൾ വാസ്തവത്തില് ഈ വാതിൽ വഴിയാണ് കർത്താവിനെ പിടിച്ചുകൊണ്ട് ക്രൂശിപ്പാനായിട്ട് പോയത്. അതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്, ഇന്നുവരെ തുറന്നിട്ടില്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഗ്ദത്ത മെശിയയുടെ ട്രയംഫൽ എൻട്രി പ്രതീക്ഷിക്കുന്നത് ഈ വാതിൽ വഴിയാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ഒലിവുമലയിലേക്ക് ദർശനമുള്ള ഈ വാതിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ നമ്മെ ആവർത്തിച്ച് ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു പോയത് ഈ വാതിൽ വഴിയാണ്. എസ്കേൽ പ്രവാചക പുസ്തകം 10:16 മുതൽ 22 വാക്യങ്ങൾ. ഇനി നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന് പറയുന്ന വിഷയം നാം എല്ലാവരും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വിഷയമാണ്. കർത്താവായ യേശു ഇനിയും വരാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവായ യേശു വരാൻ പോകുന്നത് ഈ കിഴക്കേ വാതിൽ വഴിയാണ്. അതായത് ഒരിക്കൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ടവനായി ഈ വാതിൽ വഴിയായി പാളയത്തിന്റെ പുറത്തേക്ക് കഷ്ടം സഹിക്കുവാൻ വലിച്ചെടുക്കപ്പെട്ടുകൊണ്ട് പോയ ദൈവത്തനായ യേശു ക്രിസ്തു തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ ഈ വാതിൽ വഴിയായി മടങ്ങി വരും. ഇന്നും യെരൂശലേം പട്ടണത്തിന്റെ അവശേഷിക്കുന്ന വാതിലുകളിൽ ലോക്ക്ഡപ്പായി, അതായത് പൂട്ടപ്പെട്ടതായി കിടക്കുന്ന ഈ വാതിൽ ഇതുവരെ ആരും തുറന്നിട്ടില്ല. അതിന്റെ കാരണം അവർ പറയുന്നത് തങ്ങളുടെ പ്രതീക്ഷിത മെശിഹ വരുന്നാളിൽ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഈ വാതിൽ വഴിയായി പട്ടണത്തിലേക്ക് പ്രവേശിക്കും എന്നാണ്. 1 Thessalonians 4:13 മുതൽ 18 വാക്കിൽ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട് എന്നാം വായിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് വേഗത്തിൽ വരികയും അവന് തന്റെ രാജഭരണം ഏറ്റെടുക്കുകയും അവൻ രാജാവായി നമ്മുടെ മേൽ വാഴുകയും ചെയ്യും. ഏറ്റവും ഒടുവിലായി പറയപ്പെടുന്ന വാതില് ഈ ഹമീഫ് ഖദ് വാതിൽ എന്നാണ്. ഹമീഫ് ഖദ് വാതിൽ, അതിനെ മിഫ്കാദ് വാതിൽ എന്നും പറയാറുണ്ട്, ഹമീഫ് ഖദ് വാതിൽ എന്നും പറയാറുണ്ട്. ഇൻസ്പെക്ഷൻ ഗേറ്റ്, അതായത് ന്യായവിധിയുടെ വാതിൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഓരോ ഇസ്രായേലിനും തങ്ങളുടെ ജീവിതത്തിന്റെ തെറ്റുകളോ കുറവുകളോ പാപങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനായി ന്യായവിസ്താര സഭയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്ന വാതിലാണ് ഇവിടെ പറയപ്പെടുന്ന ഹമീഫ് ഖദ് വാതിൽ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇനിയും നിവർത്തിക്കപ്പെടുവാനുള്ള 3 ന്യായവിധിയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യവർഗത്തിന്മേലുള്ള പാപത്തിന്റെ ഭയാനകമായ ന്യായവിധി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവലിലെ ബലിമരണത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി സഹിക്കുകയുണ്ടായി. എന്നാൽ അനധി വിദൂര ഭാവിയിൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും റോമാലേഖനം 14-ന്റെ 10-ാം വാക്യവും നമ്മെ സൂചിപ്പിക്കുന്ന പോലെ വിശ്വാസികൾക്ക് വേണ്ടി കർത്താവ് തന്റെ ന്യായാസനം സ്ഥാപിക്കുകയും ആ ന്യായാസനത്തിൽ വെച്ച് വിശ്വാസികൾ ന്യായം വിധിക്കപ്പെടുകയും ചെയ്യും. ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ശേഷം തന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് ചെയ്ത പാപങ്ങൾ, മോഷണം, കൊലപാതകം, വ്യഭിചാരം, സഹോദരഘാതകം, നുണ, അസൂയ, അട്ടിമറി, സഹോദരന്മാരുടെ അവസരങ്ങളെ അട്ടിമറിച്ചത്, അത് ക്യാപ്ചർ ചെയ്യുന്നത്, അവർക്ക് വിരോധമായി സാമ്പത്തിക നന്മകൾക്ക് മുടക്കം വരുത്തിയത്, അവരെക്കുറിച്ച് അപശ്രുതി പറഞ്ഞു വരുത്തിയത്, അവരെ മാനസികമായി ദണ്ഡിപ്പിച്ചത്, അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചത്, പിന്നെ സ്വയം ജീവിതത്തിൽ രഹസ്യമല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അവയിൽ ഏറ്റുപറയപ്പെടാത്തവയും പരിഹരിക്കപ്പെടാത്തവയും എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ ശോധനയപ്പെടും.
അവിടെ വെച്ച് അവനവൻ ശരീരത്തിലേക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കണമെന്ന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് പൗലോസ് പറയുന്നു. രണ്ടാമത്തെ മത്തായി 25:31 മുതൽ 36 വാക്യങ്ങളാണ്. ദൈവം കർത്താവായ യേശു ഇസ്രായേൽ ദേശത്തിന്റെ ചുറ്റുപാടുമുള്ള ജാതികൾക്കായി ഒരുക്കപ്പെടുന്ന ന്യായവിധി, അതിന് ജാതികളുടെ ന്യായവിധി എന്നും യഹോശാഫാത്ത് താഴ്വരയിലെ ന്യായവിധി എന്നും ഒക്കെ പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് പാപികളുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയാണ്. വെളിപ്പാട് പുസ്തകം 20:11 മുതൽ 17 വാക്യങ്ങൾ ഇതിനെ അന്ത്യ ന്യായവിധി എന്നും പറയുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിയില്ല. അപ്പൊ വിശ്വാസികളുടെ ന്യായവിധിയും ജാതികളുടെ ന്യായവിധിയും പിന്നെ രക്ഷിക്കപ്പെടാത്ത സകല ആളുകളുടെയും അന്ത്യ ന്യായവിധിയുമാണ് ഇനിയും ഭൂമിയിൽ സംഭവിക്കാറുള്ളത്. അപ്പൊ നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 10 വാതിലുകളെ കുറിച്ച് പറയുന്നു. 1 ആട്ടുവാതിൽ, 2 മീൻവാതിൽ, 3 പഴയ വാതിൽ, 4 താഴ്വര വാതിൽ, 5 കുപ്പവാതിൽ, 6 ഉറവ് വാതിൽ, 7 നീർവാതിൽ, 8 കുതിരവാതിൽ, 9 കിഴക്കേ വാതിൽ, 10 ഹമീഫ്കത്ത് വാതിൽ, അതായത് ന്യായവിസ്താര സഭയുടെ വാതിൽ. പ്രിയപ്പെട്ടവരെ, ഈ 10 വാതിലുകളും ക്രിസ്തീയ ജീവിതത്തിന്റെ 10 വാതിലുകളെ സൂചിപ്പിക്കുകയാണ്. ഇതിൽ ഏതെല്ലാം വാതിലുകളാണ്? ദൈവവചനത്തെ സൂചിപ്പിക്കുന്ന നീർവാതിലൊഴികെ എല്ലാ വാതിലുകൾക്കും അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഈ വാതിലുകളിൽ ഏതെല്ലാം വാതിലുകൾക്ക് എവിടെയെല്ലാമാണ് തകരാറുകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മെ തന്നെ സ്വയം ചോദന ചെയ്ത് മറ്റൊരുത്തന്റെ വാതിലിന് എന്ത് പണിവുണ്ടെന്ന് നോക്കാൻ നമുക്ക് വ്യഗ്രതയുണ്ട്. എന്റെ ജീവിതത്തിന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ മക്കളുടെയും എന്റെ മനോഭാവത്തിന്റെയും വാതിലുകൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമുണ്ടോ, പല തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഓരോരുത്തരും തന്നെത്താൻ ശോധന ചെയ്യണം എന്നാണ് ദൈവം പറയുന്നത്. മറ്റുള്ളവരെ ശോധന ചെയ്യാൻ പറയുന്നത്, നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ. അതുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ സ്റ്റഡി ഇവിടെ നിർത്തുന്നതിന് മുമ്പ് പറയട്ടെ, ഈ 10 വാതിലുകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ സൂക്ഷ്മ ശോധന ചെയ്യേണ്ട വാതിലുകളാണ്. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തകരാറുകളോ അറ്റകുറ്റപ്പണികളോ ഉണ്ട്, അല്ലെങ്കിൽ ആവശ്യമായി വരുന്നുവെന്ന് കണ്ടാൽ തിരുവചനപ്രകാരം അതിനെ പരിഹരിപ്പാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് പട്ടണത്തിന്റെ വാതിലുകൾ അറ്റകുറ്റം ഇല്ലാതെ അതിന്റെ പൂർത്തി പതിലെത്തുകയും പട്ടണം സുരക്ഷിതമായി തീരുകയും ചെയ്യുന്നത്. ദൈവസഭ കർത്താവിന്റെ സന്നദ്ധയിൽ കുറ്റമറ്റതായി നിലകൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിന്റെ വാതിലുകളിൽ ഏതെല്ലാം ഭാഗത്ത് തകരാറുണ്ടോ അതൊക്കെ പരിഹരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്.